ഹലോ, ഏതോ ജന്മകൽപ്പന പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ സെലീൻ കുറെ നുണക്കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നിനക്ക് പശ്ചാത്താപം വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ നല്ലവണ്ണം നിന്നോളൂ, ഞാനായിട്ട് നിന്നെ മുടക്കുന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്, ആ കാര്യം ശരിയാണ്, അവൾ അഞ്ജലിയുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും പേഴ്സണൽ ജീവിതത്തിലേക്ക് നീ അധികം തലയിടാൻ നിൽക്കണ്ടട്ടോ ശ്രുതി എന്ന് നമ്മുടെ ശ്രുതിക്ക് ഒരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ടേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അഞ്ജലി ഭയങ്കര ഷോക്കടിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സെലിൻ വന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട്, ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ്, ഈവനിങ് പോകാം അല്ലേ മാഡം എന്നിങ്ങനെ പറയുന്നിട്ട് ഞാൻ കൂടെ വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, വേണ്ട ഞാൻ കുഞ്ഞിനൊപ്പം പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ സെലിൻ നമ്മുടെ അഞ്ജലി കുഞ്ഞിനോട് നമ്മുടെ അശ്വിനോട് ഈ സമയം പറയാൻ പോകുന്നുണ്ട്, വരാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ അശ്വിൻ ഫോണിൽ എന്തൊക്കെയോ ഓർഡർ ചെയ്യുകയാണ് നമ്മുടെ ശ്രുതിക്ക് വേണ്ടി. എന്നിട്ട് പറയുന്നുണ്ട്, ഹാഫ് ആൻ അവറിൽ എത്തണം, എത്ര രൂപയാന്ന് ചോദിക്കുമ്പോൾ 50,000 രൂപ എന്ന് പറയുന്നുണ്ട്. അപ്പൊ 50,000 രൂപ അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ചയാണ് നമ്മുടെ അഞ്ജലി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പൊ അഞ്ജലി ഹോസ്പിറ്റലിൽ പോണ കാര്യമൊന്നും പറയാതെ തിരികെ ഇങ്ങോട്ട് സങ്കടത്തിൽ ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങോട്ട് പോരോട്ടോ. അഞ്ജലിയുടെ ഒപ്പം നമ്മുടെ മുത്തശ്ശിയൊക്കെ ഇരുന്ന് നമ്മൾ അഞ്ജലിയെ സമാധാനിപ്പിക്കുവാണ്. പിന്നെ അഞ്ജലി ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ. എന്നിട്ട് അഞ്ജലി പറയുന്നുണ്ട്, ഇവിടെ നടന്ന കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്റെ ശ്യാമേട്ടൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, എന്റെ ശ്യാമേട്ടൻ എനിക്കിപ്പോഴും ജീവൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലി കരച്ചിലോട് കരച്ചിൽ കേട്ടോ, മരുന്ന് പോലും കഴിക്കുന്നില്ലേ. ലാസ്റ്റ് സെലിൻ വന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ചേച്ചി കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, മാഡം കുറച്ചേരം ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ, മുത്തശ്ശി അപ്പുറത്തേക്ക് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി എല്ലാവരും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സെലിൻ നമ്മുടെ അഞ്ജലിയെ കൊണ്ട് മരുന്നൊക്കെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, നെയ് വേണം എൻ്റെ കൂടെ വരാൻ, അശ്വിന് കുറച്ച് തിരക്കാണ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, ശ്രുതി പണ്ട് അശ്വിനെ പേടിച്ച് ഷെൽഫിനുള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടല്ലോ അലമാരിയുടെ ഉള്ളിൽ, അതേപോലെ തന്നെ നമ്മുടെ അശ്വിൻ കയറി ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ അശ്വിനെ ആട്ടോ കാണുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതി അശ്വിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് അലറുന്നൊക്കെ ഉണ്ടേ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കും, അശ്വൻ പുറത്തിറങ്ങി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ പണ്ടൊരിക്കൽ എന്നെ പേടിച്ച് ഇതേപോലെ ഷെൽഫിന്റെ ഉള്ളിൽ കയറിയിരുന്ന് എന്നെ പേടിപ്പിച്ചിട്ടില്ലേ, അതിന് പകരമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഓർക്കുന്നുണ്ട് അന്നത്തെ കാര്യങ്ങള്. എന്നിട്ട് ശ്രുതി നമ്മുടെ അശ്വിനെ കളിപ്പിക്കാൻ വേണ്ടി പറയും, ഇല്ല ഞാൻ ഓർക്കുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ നമ്മുടെ അശ്വിൻ, ആഹാ എന്നാ ഞാൻ നീ ഓർക്കുന്ന വേറൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞു അവിടെ ഇരുന്നേച്ച ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നമ്മുടെ ശ്രുതിയുടെ മേത്തോട്ട് ഒഴിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ. അപ്പൊ ശ്രുതി ആകപ്പാട് ഇങ്ങനെ നനഞ്ഞു കുളിച്ച് കട്ടക്കലിപ്പിൽ നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാൻ. എന്തായാലും ശ്രുതി അശ്വിൻ പ്രണയം പൂവണിഞ്ഞു, അത് പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.